ഓക്കെ, ഹായ് സ്റ്റുഡൻസ്, മാത്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ്, സിവിക്സിൻ്റെ പുതിയൊരു ചാപ്റ്ററാണ്, പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ്. നമ്മളിതിന് മുമ്പേ പഠിച്ച ചാപ്റ്റർ ഏതായിരുന്നു? നമ്മളിതിന് മുമ്പേ പഠിച്ചത് പ്രസിഡൻറ്റിനെ കുറിച്ചായിരുന്നു. പ്രസിഡൻറ്റ് പവറിനെ കുറിച്ചായിരുന്നു നമ്മൾ മുമ്പേ പഠിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ എന്താണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്? നമ്മൾ നേരത്തെ പ്രസിഡൻറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞു, പ്രസിഡൻ്റ് ആണ് ഇന്ത്യയുടെ തലവൻ. ഓക്കെ, ഇന്ത്യയുടെ എക്സിക്യൂട്ടീവുകളുടെ ഏറ്റവും വലിയ പൊസിഷനാണ് പ്രസിഡൻറ്റ്. അപ്പോൾ പ്രസിഡൻറ്റിന് ഒരുപാട് പവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പ്രസിഡൻറ്റ് ആരുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്? പ്രസിഡൻറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. അപ്പോൾ പ്രസിഡൻറ്റിന് അധികാരമുണ്ടെന്ന് ചോദിച്ചാൽ അധികാരമുണ്ട്. പക്ഷേ ആര് പറയണം? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച്, അതായത് പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ആര് നടപടിയെടുക്കാൻ പാടുള്ളൂ? പ്രസിഡൻറ്റ് നടപടിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ പ്രസിഡൻറ്റിനെ നമ്മൾ വിളിക്കുന്നത് നോമിനൽ ഹെഡ് എന്നാണ്. ഓക്കെ, ഇറ്റ്സ് എ ടിറ്റുലാർ ഓർ നോമിനൽ ഹെഡ് എന്ന് വിളിക്കും. ഓക്കെ, നോമിനൽ ഹെഡ് എന്ന് വിളിക്കും പ്രസിഡൻറ്റിനെ. അപ്പോൾ ബാക്കി എക്സിക്യൂട്ടീവുകളാണ്, അതായത് എക്സിക്യൂട്ടീവ്സ് ആയിട്ടുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സാണ് ബാക്കി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ എക്സിക്യൂട്ടീവ്സിനകത്ത് പ്രൈം മിനിസ്റ്റർ കാണും, ഒരുപാട് മന്ത്രിമാർ കാണും. ആ മന്ത്രിമാർക്ക് ഓരോ വകുപ്പുകൾ കാണും. ഓക്കെ, ആ വകുപ്പുകൾ വിളിക്കുന്ന പേര് പോർട്ട്ഫോളിയോസ് എന്ന് വിളിക്കും. ഓക്കെ, പോർട്ട്ഫോളിയോസ് എന്നാണ് ഓരോ വകുപ്പുകൾ വിളിക്കുന്നത്. ഇപ്പം ഹ്യൂമൻ റിസോഴ്സ് വകുപ്പുണ്ട്, IT വകുപ്പുണ്ട്, അങ്ങനെയൊക്കെയുള്ള ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പുണ്ട്, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പുണ്ട്, ടെക്സ്റ്റൈൽ വകുപ്പുണ്ട്, വാട്ടർ മാനേജ്മെൻറ്റ് വകുപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വകുപ്പുകളുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് പ്രൈം മിനിസ്റ്ററെയും മറ്റു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 74 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 74 ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്കിനി പ്രൈം മിനിസ്റ്റർ എന്താണെന്ന് നോക്കാം. അപ്പോൾ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്, ഓക്കെ, അറിയാലോ, ആർട്ടിക്കിൾ 74 പ്രകാരം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡാണ് ആര്? പ്രൈം മിനിസ്റ്റർ. ഓക്കെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡാണ് പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. കാരണം പ്രസിഡൻറ്റിൻ്റെ മുമ്പിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഓക്കെ, പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എവിടെ വെച്ചാണ്? പ്രസിഡൻറ്റിൻ്റെ മുമ്പിൽ വെച്ചാണ്. അപ്പോൾ ആരായിരിക്കും പ്രസിഡൻ്റ് ആവുന്നത്? അതായത് നമ്മുടെ ലോക്സഭയിലെ ഇലക്ഷൻ നടന്ന് ഒരുപാട് പാർട്ടികളെ ജയിക്കുമല്ലോ. ജയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മെജോറിറ്റി കിട്ടിയ പാർട്ടിയുടെ ആളായിരിക്കും ആര്? പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രിയാവുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ മെജോറിറ്റി കിട്ടിയ പാർട്ടിയുടെ ആളായിരിക്കും പ്രധാനമന്ത്രിയാവുന്നത്. അപ്പോൾ ഈ പ്രധാനമന്ത്രിയാണ് ഇങ്ങനെ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാം ഏതൊക്കെ മിനിസ്റ്റേഴ്സ് വേണം. അപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ തീരുമാനിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. എന്നിട്ട് അവരുടെ പോർട്ട്ഫോളിയോസ്, ഓക്കെ, അവരുടെ വകുപ്പുകൾ തിരിച്ചു കൊടുക്കുന്ന ആര് തന്നെയാണ്? പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പോൾ ഹി ഓർ ഷീ പ്രിസൈഡ്സ് ഓവർ ദ മീറ്റിംഗ്സ് ഓഫ് ദ ക്യാബിനറ്റ് ആൻഡ് കണ്ടക്ട്സ് ഹിസ് പ്രൊസീഡിങ്സ്. ഓക്കെ, ക്യാബിനറ്റ് മീറ്റിങ്ങിൽ തലവൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. He or she can ask any minister to resign. If a minister does not comply with his or her direction, he or she can recommend the dismissal of such a minister to the president who acts per the advice of the prime minister. അപ്പം ഒരു മിനിസ്റ്റർ എന്തെങ്കിലും ഒരു മിസ്കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ റിസൈൻ ചെയ്യിപ്പിക്കാനും ആർക്ക് പറ്റും? പ്രധാനമന്ത്രിക്ക് പറ്റും. അപ്പോൾ ഇവർ രാജിക്കത്ത് കൊടുക്കേണ്ടത് പ്രസിഡൻ്റാണ്, മിനിസ്റ്റേഴ്സ് രാജിക്കത്ത് കൊടുക്കേണ്ടത് പ്രസിഡൻ്റാണ്. പക്ഷേ ആരുടെ നിർദ്ദേശപ്രകാരമാണ്? പ്രധാനമന്ത്രി പറയണം. പ്രധാനമന്ത്രി അവരുടെ രാജി ആവശ്യപ്പെടാൻ പറയുമ്പോൾ മാത്രമേ പ്രസിഡൻറ്റ് എന്ത് ചെയ്യാവൂ? അവരുടെ രാജി ആവശ്യപ്പെടാവൂ. ഓക്കെ, ദ ലീഡർഷിപ്പ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഡെമോക്രസി ഇൻ ഇന്ത്യ, വിച്ച് ഈസ് എവിഡൻറ്റ് ഫ്രം ദ ഫാക്ട് ദാറ്റ് വിത്ത് ദ റെസിഗ്നേഷൻ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ദ എൻറ്റയർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് സ്റ്റാൻഡ് ഡിസോൾവ്ഡ്. അതായത് ഇന്ത്യയിൽ പ്രസിഡൻറ്റിന് നാമമാത്രമായിട്ടുള്ള, അതായത് നോമിനലായിട്ടുള്ള പദവി മാത്രമേ ഉള്ളെങ്കിലും ഏറ്റവും കൂടുതൽ പദവിയൊക്കെ ആർക്കാണ്? പ്രധാനമന്ത്രിയാണുള്ളത്. കാരണം പ്രധാനമന്ത്രിയാണ് ഓരോ കാര്യങ്ങളും നയപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പ്രധാനമന്ത്രി രാജിവെച്ച് കഴിഞ്ഞാൽ അവരുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഡിസോൾവ് ആവും. ഓക്കെ, അതായത് അടിച്ചു പിരിഞ്ഞു പോകും എന്നർത്ഥം. ഓക്കെ, അടുത്തത് ഒരു പ്രധാനമന്ത്രിയുടെ അപ്പോയിൻമെൻറ്റിൻ്റെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് പ്രധാനമന്ത്രിയുടെ അപ്പോയിൻമെൻറ്റ് പറയുന്നത്? The Constitution lays down the executive powers vested in the President shall be exercised by him or her through the ministers appointed by him or her. The Constitution further says that while the Prime Minister shall be appointed by the President, other Union Minister will be appointed by him on the advice of the Prime Ministers. ഓക്കെ, അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓക്കെ, പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ഓരോ പ്രൈം മിനിസ്റ്ററിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും തിരഞ്ഞെടുക്കുന്നു. ഓക്കെ,
ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിന് അവിടെ ഒരു ട്രീ ചാർട്ട് കാണിച്ചിരിക്കുന്നുണ്ടോ? അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം പ്രൈം മിനിസ്റ്ററിൻ്റെ പ്രൈം മിനിസ്റ്ററാണ് നടുക്കിയിരിക്കുന്നത്. ഓക്കെ, അതായത് പ്രൈം മിനിസ്റ്ററാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡ്. അതിൻ്റെ ചുറ്റുമായിട്ട് ഓരോ പോർട്ട്ഫോളിയോസ് വിരിച്ചു കൊടുത്തിരുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ഹെൽത്ത് മിനിസ്റ്ററുണ്ട്, മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രി ഉണ്ട്, ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുണ്ട്, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്, ഡിഫൻസ് മിനിസ്റ്ററുണ്ട്, ഹോം മിനിസ്റ്ററുണ്ട്, ഫിനാൻസ് മിനിസ്റ്ററുണ്ട്, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുണ്ട്, എനർജി മിനിസ്റ്റർ, അഗ്രികൾച്ചർ മിനിസ്റ്റർ, അങ്ങനെ ഒരുപാട് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഏകദേശം 10-60 മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ മിനിസ്റ്ററുടെ ഹെഡ് ആയിരിക്കും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് ഫോർമേഷനാണ്. ഫോർമേഷനകത്ത് എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 75 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ stipulates that the Prime Minister shall be appointed by the President and their other ministers shall also be appointed by the President or the advice of the Prime Minister. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. This is a formal proposition. As a matter of fact, the President does not have much discretion in the selection of Prime Minister nor the selection of Council of Ministers. കാരണം പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രസിഡന്റിനെ സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റത്തില്ല പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനൊന്നും. പ്രധാനമന്ത്രി ആ പാർട്ടി തീരുമാനിച്ച് പ്രധാനമന്ത്രിയെ തീരുമാനിക്കും. ആ പ്രധാനമന്ത്രി ആയിരിക്കണം ആര് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്? പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. അടുത്തത്, ആഫ്റ്റർ ദ ഇലക്ഷൻ ഓഫ് ദ ലോക്സഭ ദ പ്രസിഡന്റ് ഇൻവൈറ്റ്സ് ദ ലീഡർ ഓഫ് ദ പാർട്ടി ദാറ്റ് ഹാസ് എ മെജോറിറ്റി ഇൻ ദ ലോക്സഭ ഫ്രം ദ ഗവൺമെൻറ് ആൻഡ് ഡെസിഗ്നേറ്റ്സ് ഹിം ഓർ ആസ് എ പ്രൈം മിനിസ്റ്റർ. അതായത് ലോക്സഭ തിരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ ഒരുപാട് പാർട്ടികൾ ജയിക്കുകയും തോക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടി, ഓക്കെ, ഇപ്പം ഒരു 500 സീറ്റിൽ 350 സീറ്റ് കിട്ടിയ പാർട്ടി ഉണ്ടെന്ന് ഇരിക്കുക. അപ്പോൾ 350 സീറ്റ് കിട്ടിയ പാർട്ടിയുടെ ഏറ്റവും ലീഡറെ ആര് ക്ഷണിക്കും? പ്രസിഡൻറ്റ് ക്ഷണിക്കും. അങ്ങനെ പ്രസിഡൻറ്റ് ക്ഷണിച്ചിട്ട് പ്രസിഡൻറ്റ് ചോദിക്കും, നിങ്ങൾ പ്രൈം മിനിസ്റ്റർ ആവണോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും ആവുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? പ്രൈം മിനിസ്റ്ററായിട്ട് അവരെ അപ്പോയിൻറ്റ് ചെയ്യും. അങ്ങനെയുള്ള സത്യപ്രതിജ്ഞയ്ക്കും ബാക്കിയുള്ള നടപടിക്രമങ്ങൾക്കൊക്കെ പ്രസിഡൻറ്റ് അംഗീകാരം കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് പ്രസിഡൻറ്റ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം മെജോറിറ്റി കിട്ടിയില്ല എന്ന് വിചാരിക്കുക. മെജോറിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഒരു പാർട്ടിക്ക് മെജോറിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പാർട്ടിയുടെ ആളെ തന്നെ ആയിരിക്കും വിളിക്കുന്നത്. ഇപ്പം 300 സീറ്റുണ്ട്. 300 സീറ്റിനകത്ത് ഒരു 145 സീറ്റ് ഇവരും ജയിച്ചു, ഒരാളും ജയിച്ചു. 165 സീറ്റ് വേറൊരാൾ ജയിച്ചു. അപ്പോൾ 15 സീറ്റിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ മെജോറിറ്റി ആയിട്ടുമില്ല. മെജോറിറ്റി ആവാൻ ഒരു 200 സീറ്റ് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ അൺസർട്ടനിറ്റി ഉള്ളപ്പോഴും ആര് തിരഞ്ഞെടുക്കും? ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പാർട്ടിയെ തന്നെ ആയിരിക്കും പ്രസിഡൻറ്റ് പ്രൈം മിനിസ്റ്റർ ആവാൻ വിളിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ദ അപ്പോയിൻറ്റഡ് പ്രൈം മിനിസ്റ്റർ പ്രിപ്പയർസ് എ ലിസ്റ്റ് ഓഫ് ഹർ കൊളീഗ്സ് ഔട്ട് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെൻറ്റ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, പ്രൈം മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ലിസ്റ്റ് തയ്യാറാക്കും. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും. അത് പ്രസിഡൻറ്റ് തിരഞ്ഞെടുക്കണം. ഓക്കെ, അത് പ്രസിഡൻറ്റ് എന്താണ് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇൻ ദ സെയിം വേ ദ പ്രസിഡൻറ്റ് കനോട്ട് ആക്ട് അഗെയിൻസ്റ്റ് ദ വിഷസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഇൻ ദ മാറ്റർ ഓഫ് ഡിസ്മിസൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒരു മിനിസ്റ്ററെ ഡിസ്മിസ് ചെയ്യണമെങ്കിൽ ആര് തീരുമാനം എടുക്കണം? പ്രൈം മിനിസ്റ്റർ തീരുമാനം എടുക്കണം. അല്ലാതെ പ്രസിഡൻറ്റ് ചുമ്മാ കയറി ഒരിക്കലും റിസൈൻ ലെറ്റർ കൊടുക്കാനൊന്നും പറ്റത്തില്ല, റിസൈൻ ചെയ്യിപ്പിക്കാനൊന്നും പറ്റത്തില്ല ഒരു മിനിസ്റ്ററിനെ. അടുത്ത, വെൻ നോ സിംഗിൾ പൊളിറ്റിക്കൽ പാർട്ടി സെക്യൂർസ് ഓൺ ദ അബ്സല്യൂട്ട് മെജോറിറ്റി ഇൻ ദ ലോക്സഭ the president may have some discretionary options in the appointment of the prime minister, but here too he or she has to appoint the person who can prove that she or she has support the smaller parties to have a majority in the house. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, മെജോറിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടി ആയിരിക്കും വിളിക്കുന്നത്. പക്ഷേ അങ്ങനെ വിളിക്കുമ്പോൾ പ്രസിഡൻറ്റിന് ഉറപ്പുണ്ടായിരിക്കണം. അതായത് ചെറിയ പാർട്ടികളൊക്കെ അല്ലേ, ആ ചെറിയ പാർട്ടികളുടെ പിന്തുണയോട് കൂടി മാത്രമേ ഇയാൾക്ക് അധികാരത്തിൽ വരാൻ പറ്റൂ, പ്രൈം മിനിസ്റ്റർ അധികാരത്തിൽ വരാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടോ എന്ന് പ്രസിഡൻറ്റ് പരിശോധിച്ചിട്ട് മാത്രമേ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പാർട്ടിയുടെ ആളെ പ്രൈം മിനിസ്റ്റർ ആവാൻ ക്ഷണിക്കാൻ പറ്റൂ. ഓക്കെ, ദ പ്രസിഡൻറ്റ് ഹാസ് ദ പവർ ടു റിസോൾവ് ദ ലോക്സഭ ആൻഡ് ഓർഡർ ഫ്രഷ് ഇലക്ഷൻസ് ഇഫ് ഹി ഷോ സാറ്റിസ്ഫൈഡ് that there is none in the house to muster a majority. ഓക്കെ, അതായത് ഇപ്പം ഒരാൾക്ക് ഒരു മെജോറിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രസിഡൻറ്റിന് എന്ത് ചെയ്യാം? ലോക്സഭ പിരിച്ചു വിടാം. ഓക്കെ, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളെ ക്ഷണിക്കണം എന്നൊന്നുമില്ല. പ്രസിഡൻറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലോക്സഭ പിരിച്ചിട്ട് അടുത്ത ഇലക്ഷൻ നടത്താം. ഓക്കെ, പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇലക്ഷൻ നടത്തേണ്ടി വരും. വീണ്ടും ഒരുപാട് ഗവൺമെൻറ്റിൽ നിന്ന് പൈസ ചിലവാകും. അപ്പോൾ അതൊക്കെ വലിയ കാര്യമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളെ തന്നെയാണ് വിളിക്കുന്നത്. നോർമലി only the member of parliament are appointed as the ministers.
But sometimes a non-member may be appointed as a minister. In the case, minister must be elected or nominated to the parliament within 6 months from the date is appointment. അതായത് ഒരാളെ വേണമെങ്കിൽ, അതായത് ഇപ്പോൾ ലോക്സഭയിൽ എത്താത്ത അല്ലെങ്കിൽ ഇലക്ഷൻ നടത്തി ജയിക്കാത്ത ഒരാളെ വേണമെങ്കിൽ മിനിസ്റ്ററാക്കാം. ഓക്കെ, മിനിസ്റ്ററാക്കാം. പക്ഷേ എങ്ങനെയായിരിക്കണം? ഈ മിനിസ്റ്ററാക്കിയ ഡേറ്റ് തൊട്ട് 6 മാസത്തിനകം ഇയാളെ ജയിപ്പിച്ച് എവിടെ എത്തിച്ചിരിക്കണം? ഏതെങ്കിലും ഒരു ഹൗസിൽ എത്തിച്ചിരിക്കണം. അതായത് ഏതെങ്കിലും രാജ്യസഭയിലോ ലോക്സഭയിലോ എത്തിച്ചിരിക്കണം. അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്താലും മതി. രാജ്യസഭയിലായിട്ട് ഇപ്പോൾ നോമിനേറ്റ് ചെയ്യുമല്ലോ. ഇപ്പം സ്പോർട്സിൽ നിന്നും ഒരാളെ, ഇപ്പോൾ സച്ചിനെ എന്താക്കുന്നു, മന്ത്രിയാക്കുന്നു. അപ്പോൾ മന്ത്രിയാക്കുമ്പോൾ സച്ചിനെ ഇലക്ഷൻ നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അല്ലെങ്കിൽ എന്താണ്, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ വെച്ചിട്ട് രാജ്യസഭയിലോട്ട് ജയിപ്പിച്ച് വിട്ടാലും മതി. ഓക്കെ, അതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. പക്ഷേ അയാൾ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇലക്ഷൻ നടത്തി തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്കൊന്നും മന്ത്രിയായിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ടെണറാണ്. ടെണർ എന്ന് പറഞ്ഞാൽ ഇവരുടെ കാലാവധിയാണ്. ഇത് പ്രൈം മിനിസ്റ്ററിൻ്റെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ കാലാവധി എത്ര ആയിരിക്കും? ലോക്സഭയുടെ കാലാവധി തന്നെ ആയിരിക്കും. അത് 5 വർഷമായിരിക്കും ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. ടെണർ എന്ന് പറയുന്നത് ടേം ഓഫ് ഓഫീസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. The Prime Minister and the Council of Ministers are directly responsible to the Lok Sabha and they can remain in office as long as they have the majority support in the Lok Sabha. അതായത് മെജോറിറ്റി സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം ഇവർക്ക് എന്ത് ചെയ്യാം? കൗൺസിൽ ഓഫ് മിനിസ്റ്ററായിട്ട് ചെയ്യാം, 5 വർഷം ഇരിക്കാം. ഓക്കെ, മെജോറിറ്റി പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു 2 പാർട്ടി ചേർന്നാണ് ഭരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പാർട്ടി വിട്ടുപോയി. അപ്പോൾ ഒരു പാർട്ടി വിട്ടുപോയപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? മെജോറിറ്റി നഷ്ടപ്പെട്ടില്ലേ? മെജോറിറ്റി നഷ്ടപ്പെടുമ്പോൾ ഇവർക്ക് ലോക്സഭയിൽ വീണ്ടും മന്ത്രി ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം? റിസൈൻ ചെയ്തേ പറ്റൂ. ഓക്കെ, when this house is dissolved, they vacate their office. If the Lok Sabha loses confidence in them, they have to resign. ഞാൻ പറഞ്ഞു, ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ ആരെങ്കിലും പാസ്സാക്കിയപ്പോൾ ഈ പാസ്സാക്കിയുന്ന നോൺ കോൺഫിഡൻസ് മോഷനിലോട്ട് വോട്ടിംഗ് നടക്കുമല്ലോ. വോട്ടിംഗ് നടക്കുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? വോട്ടിടുമ്പോൾ നമ്മുടെ ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന പാർട്ടി ഒറ്റുകയാണ് ചെയ്തു. ഓക്കെ, അവർ ഒറ്റുന്നു. അപ്പോൾ അവർ എന്താണ്, കൂറുമാറി വേറൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു. ഓക്കെ, എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ വോട്ട് നഷ്ടപ്പെടുകയല്ലേ ചെയ്തത്. അപ്പം ഉറപ്പായിട്ട് എന്ത് ചെയ്യുന്നു? ഇവർ റിസൈൻ ചെയ്തേ പറ്റൂ. നോൺ കോൺഫിഡൻസ് മോഷൻ പാസ്സായി കഴിഞ്ഞാൽ ഗവൺമെൻറ്റും മന്ത്രിമാരും രാജിവെച്ചേ പറ്റൂ. അടുത്ത, the losses of the confidence in the Council of Ministers can be indicated in various ways as shown below. അത് എങ്ങനെയാണ് ഒരു നോ കോൺഫിഡൻസ് മോഷൻ പാസ്സാവുന്നത് എന്ന് നോക്കാം. ഓക്കെ, അതിനൊരു ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, by a direct vote of no confidence in the Council of Ministers as a whole or in one of the ministers. ഇപ്പോൾ നോ കോൺഫിഡൻസ് മോഷൻ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്ററിനെതിരെയോ അല്ലെങ്കിൽ ഒരു മിനിസ്റ്ററിനെതിരെയോ പാസ്സാക്കാം. ഓക്കെ, ഇത് ഗവൺമെൻറ് ഫുൾ നോ കോൺഫിഡൻസ് കൊടുക്കാം, ഗവൺമെൻറ്റിനെതിരെ ഫുൾ നോ കോൺഫിഡൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മന്ത്രിയെ വിശ്വാസമില്ലെങ്കിൽ ആ മന്ത്രിക്കെതിരെ നോ കോൺഫിഡൻസ് മോഷൻ കൊടുക്കാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ബൈ റിജക്റ്റിംഗ് എ ഗവൺമെൻറ് ബിൽ ഓർ ബൈ പാസിംഗ് എ ബിൽ സ്പോൺസർഡ് ബൈ ദ ഒപ്പോസിഷൻ ബട്ട് ഒപ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ്. ഓക്കെ, അതായത് ഒപ്പോസിഷൻ കൊണ്ടുവരുന്ന ഒരു ബില്ല് പാസ്സായി, പക്ഷേ ഗവൺമെൻറ് എന്താണ്, അതിനെതിരെ ആയിരുന്നു, ഒപ്പോസ് ചെയ്തു. ഗവൺമെൻറ് ഒപ്പോസ് ചെയ്തിട്ടും ആ ഒപ്പോസിഷൻ ബില്ല് പാസ്സായി എങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നോ കോൺഫിഡൻസ് ആണെന്ന് കാണിക്കുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ പക്ഷത്ത് ആളില്ല എന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ എന്താണ്, ഗവൺമെൻറ് റിസൈൻ ചെയ്തേ പറ്റൂ. അടുത്ത ക്വസ്റ്റ്യൻ, ബൈ പാസിങ് ആൻ അമെൻമെൻറ്റ് ടു എ ബിൽ എഗെയിൻസ്റ്റ് ദ വിഷസ് ഓഫ് ദ ഗവൺമെൻറ്. അതായത് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരുമ്പോൾ ആ അമെൻമെൻറ്റ് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വിഷസിന് എതിരായിട്ട് പാസ്സായെങ്കിൽ എന്താണ്, നോ കോൺഫിഡൻസ് ആണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ബൈ വോട്ടിംഗ് എ കട്ട് ഇൻ ദ ആനുവൽ ടേബിൾഡ് ബിഫോർ ദ പാർലമെൻറ്റ് ബഡ്ജറ്റ്. ഓക്കെ, ഇത് ബഡ്ജറ്റ് വെക്കുമ്പോൾ ബഡ്ജറ്റിനകത്ത് വോട്ടെടുപ്പ് നടക്കും. അപ്പോൾ വോട്ടെടുപ്പ് ജയിച്ചാൽ മാത്രമേ ബഡ്ജറ്റ് പാസ്സാവും. വോട്ടെടുപ്പിൽ തോറ്റുപോയി കഴിഞ്ഞാൽ എന്താണ്, ബഡ്ജറ്റ് പാസ്സാവില്ല. അപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ നോ കോൺഫിഡൻസ് ആണെന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, രാജിവെക്കേണ്ടി വരും. അടുത്ത് പറയുന്നത്, ബൈ റെഡ്യൂസിങ് ദ സാലറീസ് ഓഫ് ദ മിനിസ്റ്റേഴ്സ് ഇൻ ദ ഫേസ് ഓഫ് ദെയർ ഒപ്പോസിഷൻ. ഓക്കെ, അതായത് എന്താണ്, മിനിസ്റ്റേഴ്സിൻ്റെ സാലറി കുറയ്ക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങളും എന്തിൽ പെടും, നോ കോൺഫിഡൻസ് മോഷനിൽ തന്നെ പെടും. ഓക്കെ, അപ്പോൾ അത് വരുവാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് രാജിവെക്കേണ്ടി വരും. ബൈ പാസിങ് ആൻ അഡ്ജോൺമെൻറ്റ് മോഷൻ ടു ദ ഡിസ്കസ് ആൻഡ് ഇമ്മീഡിയറ്റ് ഇഷ്യൂ ഓഫ് ദ നാഷണൽ കൺസേൺ. അതായത് ഒരു അഡ്ജോൺമെൻറ്റ് മോഷൻ പാസ്സാവുകയാണെന്നുണ്ടെങ്കിലും, അതായത് ഇപ്പോൾ അഡ്ജോൺമെൻറ്റ് മോഷൻ കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഒപ്പോസിഷൻ ആയിരിക്കും. ആ ഒപ്പോസിഷൻ കൊണ്ടുവരുന്ന അഡ്ജോൺമെൻറ്റ് മോഷൻ പാസ്സായി കഴിഞ്ഞാൽ
പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? അത് നോ കോൺഫിഡൻസിലെ കാണിക്കുന്നത്. കാരണം ഇതെന്താണേ, അതായത് വോട്ടെടുപ്പാണ് നടക്കുന്നത്. ഏതൊരു ബില്ല് കൊണ്ടുവരുമ്പോഴും ഒപ്പോസിഷൻ ബില്ല് കൊണ്ടുവന്നാൽ അതൊരു വോട്ടെടുപ്പാണ് നടക്കുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഒപ്പോസിഷന് ആരെങ്കിലും വോട്ട് ചെയ്യുമോ? ഈ നമ്മുടെ ഭരണപക്ഷത്തിരിക്കുന്നവർ ഒപ്പോസിഷന് വോട്ട് ചെയ്യുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ അവരെതിരായിട്ടേ വോട്ട് ചെയ്യൂ. അങ്ങനെ ആ ഒപ്പോസിഷന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, വോട്ട് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആര് രാജിവെക്കേണ്ടി വരും? നമ്മുടെ ഗവൺമെൻറ് രാജിവെക്കേണ്ടി വരും. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദ ഫങ്ഷൻസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് നോട്ട് എ സിംഗിൾ ബോഡി ബട്ട് എ കോമ്പോസിറ്റ് ബോഡി. ഓക്കെ, consisting of ministers of different ranks. The ministers are divided into ranks: cabinet ministers, ministers of the state and deputy ministers. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും അവർക്ക് ഓരോ പോർട്ട്ഫോളിയോസ് ഉണ്ട്. അപ്പോൾ പോർട്ട്ഫോളിയോസ് ഉണ്ടപ്പോൾ ഓരോ വകുപ്പുകളിലല്ല ഇവരെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രത്യേക റാങ്ക് ഉണ്ട്. ഓക്കെ, പ്രത്യേക റാങ്ക് ഉണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഉയരത്തിൽ നിൽക്കുന്ന മിനിസ്റ്റർ ആരാ, ഏറ്റവും വലിയ പദവിയുള്ള മിനിസ്റ്റർ ആരാ, അങ്ങനെയാണ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിനിസ്റ്റേഴ്സിൻ്റെ റാങ്ക്സിനനുസരിച്ച് 3 തരംതിരിക്കാം: ക്യാബിനറ്റ് മിനിസ്റ്റർ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, ഡെപ്യൂട്ടി മിനിസ്റ്റർ. അപ്പോൾ എന്തൊക്കെയാണ് 3? ക്യാബിനറ്റ് മിനിസ്റ്റർ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, ഡെപ്യൂട്ടി മിനിസ്റ്റർ. ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? സീനിയർ മോസ്റ്റ് മിനിസ്റ്ററുടെ പേരാണ്. ഓക്കെ, അതായത് അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും ഉയർന്ന മിനിസ്റ്ററാണ് ക്യാബിനറ്റ് മിനിസ്റ്റർ. അതായത് ക്യാബിനറ്റ് മീറ്റിങ്ങിനൊക്കെ പങ്കെടുക്കാൻ കഴിവുള്ള കഴിയുന്ന മിനിസ്റ്റേഴ്സാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവരെന്താണ്? പാർട്ടി ലീഡേഴ്സ് തന്നെ ആയിരിക്കും. ചില വലിയ പാർട്ടികളില്ലേ, ആ പാർട്ടിയുടെ പിന്തുണയോട് കൂടിയാണ് ഒരു പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നെങ്കിൽ ആ പാർട്ടിയുടെ ലീഡേഴ്സിൻ്റെ തന്നെ ആയിരിക്കും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അടുത്തത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിനും ഓരോ പ്രത്യേക മിനിസ്റ്ററെ വെക്കും. ഓക്കെ, ഓരോ സ്റ്റേറ്റിനും ഓരോ പ്രത്യേക മിനിസ്റ്ററെ വെക്കും. അത് ചില കാര്യങ്ങൾക്കാണ് വെക്കുന്നത്. അത് ഇപ്പം എക്സ്റ്റേണൽ അഫയേഴ്സിന് മിനിസ്റ്ററുണ്ട്, അത് ക്യാബിനറ്റ് മിനിസ്റ്ററുണ്ട്. ക്യാബിനറ്റ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുണ്ട്. അതുപോലെ എക്സ്റ്റേണൽ മിനിസ്റ്റർ എല്ലാ കാര്യവും നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഓരോ സ്റ്റേറ്റിൻ്റെ പദവിയുള്ള ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ വെക്കും. ആ ക്യാബിനറ്റ് മിനിസ്റ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. ഇപ്പോൾ കേരളത്തിൻ്റെ വി മുരളീധരൻ മിനിസ്റ്ററായി ഇറങ്ങില്ലേ, അദ്ദേഹം മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ചുമതലയുള്ള മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ് വി മുരളീധരൻ. അടുത്തത് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സാണ്. ഡെപ്യൂട്ടി മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് മിനിസ്റ്ററെ സഹായിക്കാൻ വേണ്ടി ഉള്ള മിനിസ്റ്റേഴ്സാണ് ഡെപ്യൂട്ടി മിനിസ്റ്റർ. ഓക്കെ, അപ്പോൾ അതാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് പൊസിഷൻ ആൻഡ് പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യം എന്താണ്? ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഓക്കുപൈസ് എ പ്രിവിലേജ്ഡ് പൊസിഷൻ ഇൻ ഇന്ത്യ വിത്ത് എ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഓഫ് വിച്ച് ദ പ്രസിഡന്റ് ഈസ് ലീഗൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു ലീഗൽ ഹെഡ് മാത്രമാണ്. പ്രധാനമന്ത്രിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ് വേർ ഹി ഓർ ഷീ ഈസ് റിയൽ ഡിഫാക്റ്റോ റൂളർ ഓഫ് ദ കൺട്രി. ഇപ്പം റിയൽ റൂളർ ഓഫ് ദ കൺട്രി ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഓക്കെ, നോമിനൽ ഹെഡ് മാത്രമാണ് പ്രസിഡന്റ്. ദ പൊസിഷൻ ആൻഡ് ദ പവേഴ്സ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ക്യാൻ ബി സ്റ്റഡീഡ് അണ്ടർ ദ ഫോളോയിങ് ഹെഡ്സ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമന്ത്രിക്കുള്ള പവർ എന്ന് പറയുന്നതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കേ. In relation to the Council of Ministers എന്ന് പറയുന്നത് as the leader of the majority party in the parliament, the prime minister is appointed to his or her office by the president. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, പ്രസിഡൻ്റാണ് പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. The prime minister then makes a list of ministers to be included in the council of ministers whom the president formally appoints. അപ്പം പ്രൈം മിനിസ്റ്ററിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ തയ്യാറാക്കും? ഒരു ലിസ്റ്റ് തയ്യാറാക്കും. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കും. ആരൊക്കെയാണ് മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് എന്നൊരു ലിസ്റ്റ് തയ്യാറാക്കും. ആ ലിസ്റ്റ് ആർക്ക് സമർപ്പിക്കും? പ്രസിഡൻറ്റിന് കൊടുക്കും. ആ പ്രസിഡൻ്റാണ് പിന്നെ ആ ലിസ്റ്റ് നോക്കി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സത്യപ്രതിജ്ഞയൊക്കെ എവിടെയാണ് നടക്കുന്നത്? പ്രസിഡൻറ്റിൻ്റെ മുമ്പിൽ തന്നെയാണ് നടക്കുന്നത്. ദ പ്രൈം മിനിസ്റ്റർ അലോക്കേറ്റ്സ് ദ പോർട്ട്ഫോളിയോസ് എമോങ് ദ മിനിസ്റ്റേഴ്സ് ആൻഡ് ദ കോർഡിനേറ്റ്സ് ദ വർക്കിംഗ് ഓഫ് വേരിയസ് മിനിസ്റ്റേഴ്സ്. അതായത് മിനിസ്റ്റേഴ്സിനുള്ള പോർട്ട്ഫോളിയോസൊക്കെ ആര് തയ്യാറാക്കുന്നു? മിനിസ്റ്റേഴ്സുള്ള പോർട്ട്ഫോളിയോസൊക്കെ പ്രൈം മിനിസ്റ്റർ തന്നെയാണ് തയ്യാറാക്കുന്നത്. ഓക്കെ, അങ്ങനെ അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് ഇൻ റിലേഷൻ ടു ദ ക്യാബിനറ്റ്.
ഇൻ റിലേഷൻ ടു ദ ക്യാബിനറ്റ് എന്ന് പറയുന്നത് ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ലീഡർ ഓഫ് ദ ക്യാബിനറ്റ് ആൻഡ് ദെയർ ഫോർ ഹി ഓർ ഷീ പ്രിസൈഡ്സ് ഓവർ ഇറ്റ്സ് മീറ്റിംഗ് ആൻഡ് കണ്ടക്ട്സ് ഇറ്റ്സ് പ്രൊസീഡിങ്സ്. അതായത് ക്യാബിനറ്റിൻ്റെ ലീഡർ ആരാണ്? ക്യാബിനറ്റിൻ്റെ ലീഡർ പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും എന്താണ് മീറ്റിങ്സിനകത്തും പ്രൊസീഡിങ്സിനകത്തൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അതായത് ഒരു ക്യാബിനറ്റ് സെഷൻ വിളിച്ചു കൂട്ടുന്നതും അത് പിരിച്ചുവിടാനൊക്കെ ഉള്ള അധികാരം പ്രൈം മിനിസ്റ്ററിനാണ്. ഈ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹെഡ് ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. ആസ് റെഫേർഡ് ടു ഏരിയ, he or she selects the members of the cabinet and gets them appointed formally by the president. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. As the leader of the cabinet, he or she makes agenda and directs the proceedings in the meetings of the cabinet. അപ്പോൾ മീറ്റിംഗ്സിനകത്ത് സംസാരിക്കേണ്ട അജണ്ട തയ്യാറാക്കുന്നതും ഒക്കെ ആര് തന്നെയാണ്? പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. ഓക്കെ, അതായത് എന്ത് ഡിസിഷൻ എടുക്കണം, അതായത് ഇനി നമുക്ക് എന്താണ് ഇപ്പം ഫിനാൻസ് പരമായിട്ടുള്ള കാര്യത്തിൽ എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്നൊക്കെ അജണ്ട സെറ്റ് ചെയ്യുന്നതും പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. അത് ഇവിടെ ചർച്ച ചെയ്യും. അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിനകത്ത് അത് ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണ് എന്താണ് അവർ ഒരു തീരുമാനത്തിലെത്തും. അങ്ങനെ അതെന്തായിട്ട് മാറും? അതാണ് പിന്നെ നമ്മുടെ ഉള്ളിലെത്തിക്കുന്ന ഓരോ പദ്ധതികളൊക്കെ ഇല്ലേ, അതൊക്കെയാണ്. Okay, though decisions are usually taken by the majority vote in the cabinet meetings, the prime minister opinion carries much weight. അപ്പോൾ അവിടെ എന്താണ് ക്യാബിനറ്റിനകത്ത് ഒരു ചെറിയ വോട്ടെടുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരാൾ പ്രൈം മിനിസ്റ്റർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എല്ലാവരും പിന്താങ്ങുന്നെങ്കിൽ അതിനകത്ത് എല്ലാവരും ഒപ്പീനിയൻ പറയും. അങ്ങനെ ഒപ്പീനിയനകത്ത് മെജോറിറ്റി വോട്ടിൽ ആ ഒപ്പീനിയൻ പാസ്സായി കഴിഞ്ഞാൽ എന്താവും? അത് നടപ്പിലാവും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് ഇൻ റിലേഷൻ ടു ദ പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് ദ പ്രൈം മിനിസ്റ്റർ ഇസ് ദ മെയിൻ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ബിറ്റ്വീൻ ദ പ്രസിഡൻറ്റ് ആൻഡ് ദ ക്യാബിനറ്റ്. ഓക്കെ, അതായത് ക്യാബിനറ്റിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നൊക്കെ എങ്ങനെയാണ് അറിയുന്നത്? അത് പ്രസിഡൻറ്റ് എങ്ങനെയാണ് അറിയുന്നത്? അത് പ്രൈം മിനിസ്റ്ററാണ് പറയുന്നത്. ഓക്കെ, ക്യാബിനറ്റിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പറയുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ഇസ് ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ പ്രസിഡൻറ്റ് ആൻഡ് ദ ക്യാബിനറ്റ്. ഓക്കെ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ബിറ്റ്വീൻ ദ പ്രസിഡൻറ്റ് ആൻഡ് ദ ക്യാബിനറ്റ് എന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ പ്രസിഡൻറ്റ് ആൾ ഡിസിഷൻസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റിലേറ്റഡ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കൺട്രി ആൻഡ് ആൾസോ ദ പ്രൊപ്പോസൽസ് ഫോർ രജിസ്ട്രേഷൻ. അതായത് പ്രൈം മിനിസ്റ്റർ പ്രസിഡൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കൗൺസിൽ ഓഫ് മീറ്റിംഗ്സിലെടുത്ത എല്ലാ പ്രൊസീഡിങ്സും ആർക്ക് മുമ്പാകെ പറയണം? പ്രസിഡൻറ്റ് മുമ്പാകെ പറയണം. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത് പ്രസിഡൻറ്റ് ഇൻ ദ എക്സൈസ് ഓഫ് ഹിസ് ഓർ ഹെസ് ഫംഗ്ഷൻ ആക്ട്സ് ഓൺ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിച്ച് വെർച്വലി മീൻസ് ദ അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, അതെന്ന് പറയുന്നത് എന്താണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് ആർക്ക് കൊടുക്കണം? പ്രസിഡൻറ്റിന് കൊടുക്കണം. കാരണം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് ഇപ്പോൾ പ്രസിഡൻറ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന രീതിയിൽ ഇപ്പം ബില്ല് പാസ്സാക്കണം അല്ലെങ്കിൽ ബില്ല് ഒപ്പിടണം എന്നൊക്കെ പറയുന്നത് ആരാണ്? നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആരാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സാണ്. അപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വേണം ആര് പ്രവർത്തിക്കാൻ? പ്രസിഡൻറ്റ് പ്രവർത്തിക്കാൻ. ദ പ്രൈം മിനിസ്റ്റർ അസിസ്റ്റ് ദ പ്രസിഡൻറ്റ് ഇൻ മേക്കിംഗ് ആൾ ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻറ്റ്സ്. അതായത് ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻറ്റ്സ് ഏതൊക്കെയാണ്? അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, വിജിലൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉയർന്ന പദവികളുണ്ട്. ഈ ഉയർന്ന പദവികളൊക്കെ ആരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പ്രസിഡൻ്റാണ്. പക്ഷേ ആരായിരിക്കും അതിൻ്റെ പേരൊക്കെ കൊടുക്കുന്നത്? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ആ പേരൊക്കെ നിർദ്ദേശം ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ നിർദ്ദേശം ചെയ്യാം. ഓക്കെ, അങ്ങനെ പ്രൈം മിനിസ്റ്ററുടെ നിർദ്ദേശത്തിനനുസരിച്ചായിരിക്കും ഈ ആൾക്കാരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ദാറ്റ് ദ പ്രസിഡൻറ്റ് സമൻസ് ഓർ പ്രൊറോഗ്സ് ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെൻറ്റ് ആൻഡ് ഡിസോൾവ്സ് ദ ലോക്സഭ ബിഫോർ ദ എക്സ്പയറി ഓഫ് ഇറ്റ്സ് ടേം. അതായത് നമ്മളിപ്പം 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ 4 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 4.5 വർഷത്തിന് മുമ്പ് പെട്ടെന്നൊക്കെ ഇലക്ഷൻ നടത്താം. എന്ത് ചെയ്തുകൊണ്ട്? ലോക്സഭ പിരിച്ചുവിട്ട് അപ്പോൾ തന്നെ ഇലക്ഷൻ നടത്താം. ഓക്കെ, ഇപ്പോൾ 4.5 വർഷമൊക്കെ ആകുമ്പോൾ ലോക്സഭ പിരിച്ചുവിട്ടുണ്ട് അപ്പോൾ തന്നെ അങ്ങ് ഇലക്ഷൻ നടത്തും. അപ്പോൾ അങ്ങനെയുള്ള ലോക്സഭ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ്? പ്രസിഡൻ്റാണ്. അങ്ങനെ ആരുടെ വാക്ക് കേട്ടാണ് അങ്ങനെ ലോക്സഭ പിരിച്ചുവിടുന്നത്? പ്രൈം മിനിസ്റ്ററിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് മാത്രമേ ഒരു ലോക്സഭ ഡിസോൾവ് ചെയ്യാനും പ്രൊരോഗേഷൻ എന്നല്ലേ ഞാൻ പറയുന്നത്. ഓക്കെ,
പ്രൊരോഗ് ചെയ്യാനും നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. നമ്മുടെ യൂണിയൻ ക്യാബിൻ ലെജിസ്ട്രേഷനകത്ത് പഠിച്ചായിരുന്നു. ഒരു സഭ പ്രൊരോഗ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെയുള്ളൊക്കെ അധികാരം ആരാണ്? പ്രസിഡൻ്റാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. ദ പ്രൈം മിനിസ്റ്റർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ക്യാബിനറ്റ് അഡ്വൈസസ് ദ പ്രസിഡന്റ് ടു പ്രൊക്ലെയിം എ സ്റ്റേറ്റ് എമർജൻസി. അതായത് ഒരു സ്റ്റേറ്റ് എമർജൻസി നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ് എമർജൻസി ആരുടെ പിന്തുണയുടെ ഇടയ്ക്ക് വരുന്നത്? സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കുന്നത് പ്രസിഡൻ്റാണ്. പക്ഷേ ആരാണ് അതിനുള്ള നിർദ്ദേശം കൊടുക്കുന്നത്? പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ പറയുന്നതിനനുസരിച്ചാണ് പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയല്ല. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു പ്രസിഡൻറ്റിൻ്റെ ഡിസ്ക്രിറ്ററി പവേഴ്സ് ഉണ്ട് പ്രസിഡൻറ്റിന്. ഓക്കെ. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളിലും പ്രൈം മിനിസ്റ്ററിൻ്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ആര് പ്രവർത്തിക്കുന്നത്? പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.